കഴിഞ്ഞ ദിവസം കാണാതെ പോയ പെൺകുട്ടികളെ മുംബൈയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. ഈ പ്രായത്തിൽ +2 പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷയ്ക്കെന്ന് പറഞ്ഞാണ് അവർ ഇറങ്ങിയത്. വലിയ ആശങ്കയോടെയാണ് നമ്മൾ അവരെ തിരഞ്ഞു നടന്നത്. മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ നിന്നാണ് അവരെ കണ്ടെത്തിയിരിക്കുന്നത്. മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് വഴിത്തിരിവായത്. ശിവദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശിവദാസ്, ഇവരെ മുംബൈയിൽ ഇങ്ങനെ CCTV ദൃശ്യങ്ങൾ പലതും പുറത്തു വന്നിരുന്നു. പിന്നീട് ഇവരെ ഈ ട്രെയിനിൽ നിന്ന് കണ്ടെത്തി എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഇവരെ എപ്പോഴാണ് ഇനി കേരളത്തിലേക്ക് എത്തിക്കുക? ഇവരോട് സംസാരിച്ചതിൽ നിന്ന് എന്തെങ്കിലും വ്യക്തമായോ? വീണ, ഇന്ന് പുലർച്ചെ ഏകദേശം 1:45 ഈ രണ്ട് പെൺകുട്ടികളെയും കണ്ടെത്തിയത്. സോനാവാല എന്ന സ്ഥലത്ത് വെച്ചാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇവർ മുംബൈയിൽ എത്തിയതായിരുന്നു. മുംബൈയിൽ നിന്നും ആണ് ഇവിടെ സോനാവാലയിലേക്ക് പോയിരിക്കുന്നത്. സോനാവാലയിൽ വെച്ചാണ് ഇവരെ കണ്ടെത്തിയത്. മുംബൈ പോലീസും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസും അടക്കമുള്ള സംഘങ്ങളുടെ ഒരു കൃത്യമായ അന്വേഷണത്തിന് ഒടുവിലാണ് ഇവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് താനൂർ പോലീസുകാർ ഇവിടേക്ക് പോകുന്നുണ്ട്. 3 സംഘമാണ് പോകുന്നത്. താനൂർ SIയും അതോടൊപ്പം തന്നെ 2 പോലീസുകാരും ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴിയാണ് ഇവർ പോകുന്നത്. 6 മണിക്കാണ് വിമാനം ഉള്ളത്. അതിനുശേഷം അവർ ഏകദേശം ഒരു 8:30 മുംബൈയിൽ എത്തും, ഈ സ്ഥലത്ത് എത്തും. അതിനുശേഷം മുംബൈയിൽ നിന്നും ഇപ്പോൾ നിലവിൽ ഈ 2 കുട്ടികളും ഉള്ളത് പൂനെയിൽ ആണ് ഉള്ളത്. പൂനെയിൽ റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇപ്പോൾ അല്പസമയം മുൻപ് ഈ 2 പെൺകുട്ടികളെയും വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും തിരിച്ച് പൂനെയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ, റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് തന്നെ തിരിച്ച് എത്തിക്കും. അതിനുശേഷം ആയിരിക്കും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുക. ഈ താനൂരിൽ നിന്നും എത്തുന്ന സംഘം ഏകദേശം 8:30 മുംബൈയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം വീണ്ടും ഏകദേശം ഒരു 2.5 മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം പൂനെയിൽ എത്താൻ. കാരണം ഇന്നലെ ഇവർ മുംബൈയിൽ ഉണ്ടാകും എന്ന് ധരിച്ചുകൊണ്ടാണ് ഇന്നലെ മുംബൈയിലേക്കുള്ള ടിക്കറ്റ് പോലീസ് സംഘം എടുത്തിരുന്നത്. പിന്നീട് ഈ പെൺകുട്ടികൾ വീണ്ടും മുംബൈയിൽ നിന്നും CST എന്ന സ്ഥലത്തു നിന്നും അവിടെ നിന്നും പിന്നീട് പനവേലിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആ സമയത്ത് ചെന്നൈ എഗ്മോറിൽ വെച്ച് മുംബൈ ചെന്നൈ എഗ്മോറിൽ വെച്ച് യാത്ര ചെയ്യുന്നതിനിടെയാണ് RPF സംഘം ഇവരെ കണ്ടെത്തുന്നതും പിന്നീട് ഇവരെ റെയിൽവേ പോലീസ് അവരുടെ കസ്റ്റഡിയിൽ വെക്കുന്നതും. ആ സമയത്ത് ഇവർ ഏതൊക്കെ ഭാഗത്തേക്ക് യാത്ര തിരിക്കും എന്നത് വ്യക്തത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം മുംബൈയിലേക്കുള്ള ടിക്കറ്റ് എടുത്തത്. പക്ഷെ പിന്നെ ഇനി അവർ മുംബൈയിൽ എത്തിയതിനു ശേഷം വീണ്ടും പൂനെയിലേക്ക് പോകണം. നിലവിൽ ഈ 2 പെൺകുട്ടികളും സുരക്ഷിതരാണ്. റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ അവരെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഈ പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ വെക്കും. പിന്നീട് താനൂർ പോലീസ് അന്വേഷണ സംഘം അവിടെ എത്തിയതിനു ശേഷം കൈമാറൽ അടക്കമുള്ള മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കും. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ 2 പെൺകുട്ടികളെയും താനൂരിലെ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന +1 +2 പഠിക്കുന്ന ഈ 2 പെൺകുട്ടികളെയും കാണാതായത്. പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ 2 പെൺകുട്ടികളും സ്കൂളിലേക്ക് എത്തിയത്. പക്ഷേ ഈ പെൺകുട്ടികൾ പരീക്ഷ എഴുതിയിരുന്നില്ല. വീട്ടുകാർ തന്നെയാണ് ഈ പെൺകുട്ടികളെ സ്കൂളിൽ എത്തിച്ചത്. ആ സമയത്തൊന്നും തന്നെ ഈ പെൺകുട്ടികളുടെ മുഖത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വീട്ടിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കോ ഇവരുടെ മറ്റു കൂട്ടുകാർക്കോ ഇത്തരത്തിൽ ഒരു സൂചനയും, ഈ പെൺകുട്ടികൾ നാട് വിടുന്ന തരത്തിലുള്ള ഒരു സൂചനയും ഈ മറ്റു കൂട്ടുകാർക്ക് ആർക്കും തന്നെ ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടുകാർ തിരിച്ച് ആ പെൺകുട്ടികളെ സ്കൂളിൽ എത്തിച്ചതിനു ശേഷം തിരിച്ചു പോന്നു. പക്ഷേ ഈ ഒരു പെൺകുട്ടിക്കാണ് അതിൽ പരീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷെ ആ പെൺകുട്ടി പരീക്ഷ എഴുതിയിരുന്നില്ല. അതായത് ഫാത്തിമ ഷഹദ എന്ന പെൺകുട്ടിക്ക് ആണ് പരീക്ഷ ഉണ്ടായിരുന്നത്. അശ്വതി, ഫാത്തിമ, ഷഹദ എന്നീ 2 പെൺകുട്ടികളെയാണ് കാണാതായിരുന്നത്. അതിൽ ഫാത്തിമയ്ക്ക് മാത്രമാണ് പരീക്ഷ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പെൺകുട്ടികൾ പരീക്ഷ എഴുതാതെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു. അവിടെ നിന്നും മലപ്പുറം നിലമ്പൂരിന് സമീപമുള്ള എടവണ്ണ സ്വദേശിയായ ഒരു യുവാവുമായാണ് ഇവർ മുംബൈയിലേക്ക് പോയത്. ഈ പെൺകുട്ടികൾ എന്തിന് മുംബൈയിലേക്ക് പോയി, എന്തെങ്കിലും കൃത്യമായ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊന്നും തന്നെ അക്കാര്യത്തിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല. അത് കൂടുതൽ ഈ പെൺകുട്ടികളെ കണ്ടെത്തി ചോദ്യം ചെയ്താൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകൂ. ഈ യുവാവിന് മുംബൈയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടോ എന്ന കാര്യമെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. വളരെ വ്യക്തമാണ്. ഈ എന്തായാലും ആ പെൺകുട്ടികളെ കേരള പോലീസ് അവരെ ഏറ്റെടുത്ത ശേഷം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ പെൺകുട്ടികൾ
പോലീസിനോട് പറഞ്ഞത് വീട്ടിൽ ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ് പോയത് എന്നുള്ളതാണ്. പക്ഷേ ഇവരെ ആരാണ് കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടെത്തണം. പക്ഷേ ഈ പെൺകുട്ടികൾ അവിടെ മുംബൈയിൽ പലരോടും പറഞ്ഞത് ഇൻസ്റ്റഗ്രാം സുഹൃത്തിൻ്റെ കല്യാണത്തിനെത്തിയതാണ് എന്ന കാര്യങ്ങളാണ്. അവിടെ അവർ ബ്യൂട്ടി പാർലറിലെല്ലാം പോയി മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നു എന്ന കാര്യമൊക്കെ. മാത്രമല്ല ഇവർ ഒരാളെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്ന കാര്യമൊക്കെയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ ഒരു പക്ഷേ പോലീസ് കൂടുതലായി അന്വേഷണം വലിയ ആശ്വാസം അവരെ കണ്ടെത്താൻ കഴിഞ്ഞു, തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ബാക്കിയൊക്കെ അവർ വീട്ടിൽ വന്നതിന് ശേഷം ചോദിച്ച് മനസ്സിലാക്കാം അല്ലേ.